ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേക്കിംഗ് ടൂൾസ് ഒക്കെ വാങ്ങിച്ചത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഒരു ചെറിയ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണ നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ, അതുപോലെ മൈദ 1/4 കപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഇത്രയൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കണം. ഇനി നമ്മൾ കേക്ക് ടിന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓയിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് പരട്ടി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മളിതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ബട്ടർ പേപ്പറിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് സ്പീഡ് കൂട്ടി കൊണ്ടുവരണം കേട്ടോ. മുട്ട ഏകദേശം നന്നായിട്ട് പതഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഷുഗർ കുറച്ചിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോഴും ബീറ്ററിൻ്റെ സ്പീഡ് നമ്മൾ ഹൈ തന്നെ ആയിരിക്കണം ഇടേണ്ടത്. ഷുഗർ പൗഡർ നമ്മൾ 1 കപ്പാണ് എടുത്തേക്കണേ. ഷുഗർ നന്നായിട്ട് ഇതിൽ ലയിച്ചെന്ന് കാണുമ്പോൾ നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂണും അതുപോലെ വിനാഗിരി 1 ടീസ്പൂണും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴും നമ്മുടെ ബീറ്ററിൻ്റെ സ്പീഡ് ഹൈ സ്പീഡിൽ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. ഇത് ഏകദേശം നന്നായിട്ട് ബീറ്റായി എന്ന് കാണുമ്പോൾ ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ, 1/4 കപ്പ്. അതുപോലെ ഞാൻ കുറച്ച് മിൽക്കിൽ, അതായത് 1/4 കപ്പ് മിൽക്കിൽ കുറച്ച് ബ്രൂ ഇട്ടിട്ട് തിളപ്പിച്ച ഒരു മിക്സ്, അത് നമുക്കിതിൽ വേണമെങ്കിൽ ചൂട്ടോടെ ഒഴിക്കാം. അതും 1/4 കപ്പ് നമ്മൾ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ സ്പീഡ് കുറയ്ക്കാം, ബീറ്ററിൻ്റെ സ്പീഡ് കുറയ്ക്കാം. ലോ സ്പീഡിലായിരിക്കണം ഇടേണ്ടത്. അത് അധികം നേരിട്ട് ബീറ്റ് ചെയ്യാനും പാടില്ല. ഇനി നമുക്ക് പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇഡ്ഡലി ചെമ്പാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇഡ്ഡലി ചെമ്പിലേക്ക് കല്ലുപ്പിട്ടതിന് ശേഷം ഈ സ്റ്റാൻഡ് അതിലേക്ക് ഇറക്കി വെച്ച് 10 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫുള്ളായിട്ടതിന് ശേഷം പയ്യെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്യണം. ഓവർ മിക്സ് പാടില്ല കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലുള്ള സ്പാച്ചുലയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ചില അടിഭാഗമൊന്നും മിക്സ് ആവാണ്ട് ആവും. അപ്പോൾ എൻ്റെ അങ്ങനെ സംഭവിച്ചു. എൻ്റെ സ്പാച്ചുല അത്രയ്ക്ക് അങ്ങോട്ട് ബലമില്ലാത്തത് കൊണ്ട് ഇത്തിരി കൂടി മിക്സ് ആവാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പാച്ചുലയൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഞാൻ എന്നിട്ട് മിക്സ് ആവാത്ത ഭാഗം അതൊന്നും കൂടി നമ്മുടെ ഈ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞു കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കേക്ക് ടിന്ന് ഒരു 20 തവണയെങ്കിലും ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു 25 മിനിറ്റ് ആയപ്പോൾ ഇത് തുറന്ന് നോക്കി. ഇത് കറക്റ്റ് ബേക്കായോ എന്നറിയാൻ വേണ്ടി ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയായിരുന്നു. അപ്പോൾ ടൂത്ത് പിക്കിലൊന്നും ആവണ്ടായിരുന്നില്ല. ഇത് ഏകദേശം ആയി എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് അപ്പോൾ തന്നെ മാറ്റണം കേട്ടോ. അങ്ങനെ എൻ്റെ കേക്ക് നല്ല ഫ്ലഫിയും സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടി. പക്ഷേ കേക്കിൻ്റെ ടോപ്പ് ഭാഗം എന്തിങ്ങനെ വിണ്ട പോലെ ഇരിക്കുമായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും.
അപ്പോൾ ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.